CK ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അങ്ങനെ ഏതായാലും ഒരുപാട് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഇപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഇവാൻ വുക്കോമാനോവിച്ച് എന്ന കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ മുൻ പരിശീലകനെ ടീമിലേക്ക് കൊണ്ടുവരണം എന്ന തരത്തിലൊക്കെയാണ് നിലവിൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ചോദ്യവും ഉത്തരവും ഒക്കെ. ഏതായാലും ഇതിനെക്കുറിച്ച് കൊണ്ടൊരു വ്യക്തമായ ക്ലാരിഫിക്കേഷൻ നിലവിൽ നൽകിയിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ മുൻ പരിശീലകനായിട്ടുള്ള ഇവാൻ വുക്കോമാനോവിച്ച് തന്നെ. അപ്പോൾ ഏതായാലും വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ തുടർന്ന് കാണുവാൻ ശ്രമിക്കുക. ഏതായാലും ആദ്യത്തെ ഒരു അപ്ഡേറ്റ് എന്നുള്ളത് നിലവിൽ ഇനിയും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ പരിശീലകനായിക്കൊണ്ട് ബ്ലാസ്റ്റേഴ്സിലേക്ക് ഇവാൻ വുക്കോമാനോവിച്ച് വരുമോ എന്നുള്ള ചോദ്യത്തിൻ്റെ ബ്ലാസ്റ്റേഴ്സ് പരിശീലകനായിട്ടുള്ള ഇവാൻ്റെ ഉത്തരമാണ് ഞാൻ ആദ്യം തന്നെ പറയുവാൻ പോകുന്നത്. ഏതായാലും ഇവാൻ്റെ വാക്കുകൾ ഇപ്രകാരമാണ്: ഓപ്പൺ ഹെഡ് കോച്ച് സ്ഥാനത്തെക്കുറിച്ച് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ മാനേജ്മെൻറ്റുമായിട്ട് ഞാൻ ഒരു കാരണവശാലും അഥവാ ഒരു രീതിയിലും തന്നെ സംഭാഷണം നടത്തിയിട്ടില്ല. കിംവദന്തികൾ ഞാൻ മനസ്സിലാക്കുന്നു. എല്ലാത്തിനുമുപരി ഞങ്ങൾ നിരവധി മനോഹരങ്ങളായ ഓർമ്മകൾ സൃഷ്ടിക്കുകയും തകർക്കുകയും ചെയ്തതാണ്. ഒരുമിച്ച് നിരവധി റെക്കോർഡുകളും ഞാൻ ഈ ഒരു ക്ലബിലുള്ളപ്പോൾ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുമുണ്ട്. ഇനി അടുത്തതായി അദ്ദേഹത്തോട് ചോദിക്കുകയാണ് ISL നിന്നും മറ്റേതെങ്കിലും ക്ലബിൽ നിന്നും ഓഫർ വന്നിട്ടുണ്ടായിരുന്നു എന്ന്. ഏതായാലും അതിനും ബ്ലാസ്റ്റേഴ്സ് പരിശീലകനായിട്ടുണ്ടായിരുന്ന ഇവാൻ വുക്കോമാനോവിച്ച് പ്രതികരിക്കുന്നത് ആരാധകരെ അമ്പരിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ്. ഏതായാലും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇപ്രകാരമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്: നിലവിൽ ISL നിന്നുള്ള നിരവധി ക്ലബ്ബുകൾ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി വിട്ട ഉടനെ തന്നെ എന്നിൽ നല്ല രീതിയിൽ ഇൻട്രസ്റ്റ് അറിയിച്ചു കഴിഞ്ഞതാണ്. ഒരുപാട് ക്ലബ്ബുകൾ എന്നെ സമീപിച്ചിട്ടുമുണ്ടായിരുന്നു. അതെ, നിങ്ങളെല്ലാവരും പറയുന്ന ഈസ്റ്റ് ബംഗാൾ എഫ്സിയും എന്നെ ടീമിലേക്ക് എടുക്കുവാൻ വേണ്ടി എന്നെ സമീപിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതെല്ലാം സത്യം തന്നെയാണ്. അവരോടൊപ്പം ചേരാനുള്ള വാഗ്ദാനവുമായി അവർ കഴിഞ്ഞ സെപ്റ്റംബറിൽ തന്നെ എന്നെ സമീപിച്ചിട്ടുമുണ്ടായിരുന്നു എന്നും ആശാൻ പറയുന്നുണ്ട്. ഏതായാലും ആശാൻ്റെ ഈ ഒരു വാക്കിൽ നിന്ന് തന്നെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാം ISL ഒരുപാട് ക്ലബ്ബുകൾ ഇതിനോടകം തന്നെ ആശാനെ ടീമിലേക്ക് എത്തിക്കുവാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. പക്ഷേ ഇതുവരെ ആയിട്ടും ഒരു ടീമിൻ്റെ മെയിൻ പരിശീലകനായിട്ടും അദ്ദേഹം ചുമതല ഏറ്റെടുത്തിട്ടില്ല. അത് ബ്ലാസ്റ്റേഴ്സിനോടുള്ള ആ ഒരു ഇഷ്ടം കൊണ്ട് തന്നെയാണെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. അതിനുശേഷം ആശാനോട് ചോദിക്കുകയാണ് ആ ഒരു വാക്കോർ അഥവാ ആ ഒരു വാക്കൗട്ടിനെ കുറിച്ച്. നമുക്കറിയാം ബംഗളൂരു എഫ്സിയും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുമായിട്ടുള്ള ആ ഒരു തർക്കം തന്നെയായിരുന്നു. സുനിൽ ഛേത്രിയുടെ ക്വിക്ക് ഫ്രീക്കിങ്ങിനെതിരെ ആയിക്കൊണ്ടായിരുന്നു ആശാൻ തൻ്റെ പിള്ളേരെയും കൊണ്ട് ഡ്രസ്സിംഗ് റൂമിലേക്ക് മടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഏതായാലും അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ആശാൻ്റെ മറുപടി ഇപ്രകാരമായിരുന്നു: എല്ലാ വിവാദങ്ങളും അതിനു മുമ്പും ശേഷവും സംഭവിക്കുന്ന എല്ലാ കാര്യവും അസാധാരണമായ ഒരു സാഹചര്യം തന്നെയായിരുന്നു. ഇന്നത്തെ വീക്ഷണകോണിൽ നോക്കിയാലും അന്ന് ഞാൻ അത് തന്നെയാവും ചെയ്യുക എന്നുള്ളത്. ഏതായാലും പണ്ട് നടന്നു പോയത് കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും ആ ഒരു കേസ് നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ഇത്തരത്തിലാണ് ആ ഒരു വാക്കൗട്ടിനെ കുറിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ മുൻ പരിശീലകനായിട്ടുള്ള ഇവാൻ വുക്കോമാനോവിച്ച് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഇത്രയും കാര്യങ്ങളുമാണ് ആശാനുമായിട്ടുള്ള അഭിമുഖത്തിൽ നമുക്ക് അപ്ഡേറ്റ് ആയി ലഭിച്ചിട്ടുള്ളത്. ഏതായാലും ആശാൻ ഈ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. അതെ, ഇതുവരെ ആയിട്ടും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി മുഖ്യ പരിശീലകനായിക്കൊണ്ട് ടീമിലേക്ക് വരുവാൻ വേണ്ടി ആശാനെ അപ്രോച്ച് ചെയ്തിട്ടില്ല എന്നും ഇതുവരെ ആയിട്ടും ബ്ലാസ്റ്റേഴ്സുമായി ഒരു ചർച്ച നടന്നിട്ടില്ല എന്നുമാണ് ഇവിടെ ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായിട്ടുള്ള ഇവാൻ വുക്കോമാനോവിച്ച് തുറന്നു പറയുന്നത്. നമുക്കറിയാം കഴിഞ്ഞ ദിവസം പുറത്തേക്ക് വന്നൊരു റിപ്പോർട്ടായിരുന്നു ഈ ആഴ്ചയിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ പുതിയ പരിശീലകനെ കുറിച്ചുള്ള ഒരു അനൗൺസ്മെന്റ് വരും എന്നുള്ളത്. അതെ, സൂപ്പർ കപ്പിന് മുന്നോടിയായിക്കൊണ്ട് തന്നെ അഥവാ സൂപ്പർ കപ്പിലേക്ക് തന്നെ അവർക്ക് എങ്ങനെയെങ്കിലും ഒന്നും ഇണങ്ങിച്ചേരാൻ അഥവാ സിങ്കായി ചേരുവാൻ വേണ്ടിയിട്ടാണ് എത്രയും പെട്ടെന്ന് തന്നെ പരിശീലകനെ ടീമിലേക്ക് എത്തിക്കുവാൻ വേണ്ടി ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും സൂപ്പർ കപ്പിനെ കുറിച്ചുള്ള അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ ഈ വരുന്ന 25-ാം തീയതിക്ക് മുമ്പായിക്കൊണ്ട് തന്നെ സൂപ്പർ കപ്പിനുള്ള ട്രെയിനിങ്ങും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ആരംഭിച്ചേക്കുമെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തേക്ക് വന്നതുമാണ്. അപ്പോൾ ഏതായാലും ഇവാൻ വുക്കോമാനോവിച്ച് വീണ്ടും തിരിച്ചു വരുമോ ഇല്ലയോ, അല്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായിക്കൊണ്ട് വീണ്ടും ഇവാൻ ആശാൻ വരുന്നതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും താഴെ ഒന്ന് കമന്റായി രേഖപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ ISL കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയെ കുറിച്ചുമുള്ള അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി എല്ലാവരും ശ്രമിക്കുക. അപ്പോൾ മറ്റൊരു ബ്ലാസ്റ്റേഴ്സ് ISL അപ്ഡേറ്റുമായി ഞാൻ വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.